മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കേണ്ടതില്ല നിലപാടാണ് പൊതുവെ UDF സ്വീകരിച്ചിരുന്നത്. അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ രാജ്യം, നാട്, ലോകത്തെമ്പാടുള്ള മലയാളികൾ എല്ലാവരും ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിക്ക് വലിയ രീതിയിലുള്ള സഹായം ചെയ്യുന്ന നില ഉണ്ടായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. UDF പലപ്പോഴും ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആദ്യത്തെ തടസ്സം ഭൂമി ഏറ്റെടുക്കാനുള്ളതായിരുന്നു. തോട്ടം മാനേജ്മെൻറ്റുകൾ കോടതിയെ സമീപിച്ചപ്പോൾ സ്ഥലം MLA ആയിട്ടുള്ള T. സിദ്ദിഖ് ഒരക്ഷരം അതിനായിട്ട് മിണ്ടിയതേയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഭൂമി കിട്ടാതിരിക്കട്ടെ എന്നായിരുന്നു. ആ നിലപാടായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. UDFും പൊതുവെ ഭൂമി ഏറ്റെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സർക്കാർ അനുകൂല നിലപാടല്ല സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ കോടതി എല്ലാ തടസ്സങ്ങളും മാറ്റി ഭൂമി അനുവദിച്ചു, പ്രവൃത്തി ആരംഭിച്ചു. കോൺഗ്രസ് ഇതിനകം KPCC 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, യൂത്ത് കോൺഗ്രസ് 30, അങ്ങനെ 230 കോൺഗ്രസിൻ്റെ വക. അതുപോലെ തന്നെ ലീഗ് 100 വീട്, അങ്ങനെയെല്ലാം പ്രഖ്യാപിച്ച് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്ന ഒരു രീതി സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടാണ് ടൗൺഷിപ്പിൻ്റെ പ്ലാൻ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. പക്ഷേ ദുരന്തത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ലീഗും കോൺഗ്രസും തയ്യാറായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലീഗിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായി മാറിയതായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ 230 വീടെവിടെ എന്ന ചോദ്യം വളരെ ഗൗരവമായി രാജ്യത്ത് ഉയർന്നു വന്നു. അപ്പോൾ സ്ഥല MLAയും കൂടിയായിട്ടുള്ള സിദ്ദിഖ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞു ഡിസംബർ 28 തറക്കല്ലിടും. പിന്നെ പറഞ്ഞു ഏപ്രിൽ 10 പിന്നീട് അദ്ദേഹം പറഞ്ഞു ജനുവരി 10 മുമ്പായിട്ട് തറക്കല്ലിടുമെന്ന്. ഇതിൻ്റെ ഇടയിലാണ് ബത്തേരിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ ലക്ഷ്യ എന്ന പേരിലുള്ള നേതൃത്വ ക്യാമ്പ് നടന്നിരുന്നത്. ആ ക്യാമ്പിൽ ഒരു പരസ്പര ധാരണയുണ്ടാക്കി ഈ വീടിന് ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിന് വേണ്ടി ഒരു ആക്ഷേപഹാസ്യ നാടകം ഇവിടെ അരങ്ങേറുകയായിരുന്നു. ജനുവരി 7 കാണാം സിദ്ദിഖ് ഇവിടെ വന്നിട്ട് പറഞ്ഞു, MLA അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു, കുറേ അകമ്പടി സേവാ സംഘക്കാരുണ്ടായിരുന്നു ജനപ്രതിനിധികൾ എന്ന നിലക്ക്, അവരെല്ലാം കൂട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞു കർണാടക ഗവൺമെൻറ് 10 കോടി കൊടുത്തിട്ടുണ്ട്, അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാശ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ ചെലവിലാണ് ഇതെല്ലാം നിർവഹിക്കുന്നതെന്ന് ഒരു കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടാൻ വേണ്ടി കഴിയും. വയനാട്ടിലെ അഭിനവ 8 കാലി മമ്മൂഞ്ഞാണ് T. സിദ്ദിഖ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഞാൻ സിദ്ദിഖോട് വളരെ ബഹുമാനത്തോടൊരു കാര്യം ചോദിക്കട്ടെ. ആന്ധ്ര ഗവൺമെൻറ് 10 കോടി തന്നു, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണോ? തമിഴ്നാട് ഗവൺമെൻറ് 5 കോടി തന്നു, രാജസ്ഥാനിലെ ഗവൺമെൻറ് 5 കോടി തന്നു. ഇതെല്ലാം ദുരന്തമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്നൊരു നിലപാടാണുള്ളത്. അത് മനുഷ്യത്വപരമാണ്, പരസ്പര ബഹുമാനത്തിൻ്റെയൊക്കെ കാര്യമാണ്. മറ്റു സ്ഥലങ്ങളിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ കേരളം സഹായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കും. മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി കൂടെ പങ്കെടുത്തിരുന്നു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയാണ് അന്ന് കർണാടക ഗവൺമെൻറ് കത്ത് വായിച്ചിരുന്നത്. അത് കർണാടക ഗവൺമെൻറ് ആണ്. രാഹുൽ ഗാന്ധിയുടെ വകയായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പട്ടികയിൽ അത് ഉൾപ്പെടുത്താൻ, ആ പ്രതിപക്ഷ നേതാവിനെ പോലും അവമാനിക്കാൻ എന്തിനാണ് സിദ്ദിഖ് മുന്നോട്ട് വരുന്നത്? അത് സിദ്ദിഖിൻ്റെ മാത്രം ഒരു ഭാഷയല്ല, VD സതീശനും അത് പറഞ്ഞു. VD സതീശനും അത് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നുള്ളത്. ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് 295 പേർ മരിച്ചു വീണ ഒരു മണ്ണിൽ അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കണ്ണീര് വിറ്റ് പണം പിരിച്ച് ആ പണം എവിടെയും ചെലവഴിക്കാതെ കണക്കില്ലാതെ അതാരൊക്കെയാണ് മുഖ്യമെന്ന് കോൺഗ്രസ്സാണ് പറയേണ്ടത്. ഒരു കണക്കുമില്ല, അവിടെ ഒന്നും പറയുന്നേയില്ല. എന്നിട്ട് അതിനെ വലിയ വിമർശനമായിരുന്നു വന്നപ്പോൾ. ഭൂമി ഇന്നെടുക്കും, നാളെ എടുക്കും, മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കോണ്ടൂർ സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഒരു MLAക്ക് പറ്റിയതാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടത്. ജനങ്ങളെ പരസ്യമായി വഞ്ചിക്കുകയും പറ്റിക്കുകയും അവരോട് പുച്ഛത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു MLA നാടിന് അപമാനമാണത്. കർണാടക ഗവൺമെൻറ് കാശ് തന്നത് സന്തോഷമുള്ള കാര്യമാണ്, മറ്റ് ഗവൺമെൻറ്റുകളും തന്നിട്ടുണ്ട്. അതിനോടൊന്നും നമുക്ക് ആർക്കും വിയോജിപ്പുണ്ടാവേണ്ട കാര്യമില്ല. സന്തോഷമാണ്, സ്വാഗതം ചെയ്യാണ് നാടാകെ. അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയും വേണം. ഇവിടെ തെറ്റായ രീതിയിലുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത മാർച്ച് 27 ശേഷം പിന്നീട് അയാൾ ഈ ഭൂമിയിൽ കാലുകുത്തുന്നത് ജനുവരി 7
ഈ നുണക്കഥ വിളിച്ചു പറയാൻ. അത് കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കനകവേലു എന്ന് പറയുന്ന ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന ബത്തേരിയിൽ അദ്ദേഹം പറഞ്ഞു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയല്ല നുണപ്രചരണം നടത്താൻ വേണ്ടി കഴിയും. ഗീബൽസിൻ്റെ അഭിനവ വക്താവായിട്ട് മാറുകയാണ് നമ്മുടെ MLA. ഒരു നുണ പറയുക, ആ നുണ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പിരിച്ച കാശിൻ്റെ കണക്കാരും ചോദിക്കില്ല, അതിന് ഇല്ലാതാവും, പുതിയ കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക. ഇതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർണാടക ഗവൺമെൻറ്റിനെ പോലും സിദ്ധരാമയ്യയെ പോലും ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കാൻ, തൻ്റെ നുണക്കഥ സ്ഥാപിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം വലിച്ചഴയ്ക്കുകയാണ്. ഇതാണ് അതിൻ്റെ കാര്യം.